നിമിഷങ്ങളാണ്. എത്രത്തോളം ധന്യമായ ഒരു മുഹൂർത്തമാണ് എന്ന് പറയാം. ഞാൻ ഫാദർ പറഞ്ഞത് കേട്ടോണ്ടിരിക്കുകയാണ് ദിവിഷ്. കാരണം എല്ലാ തരത്തിലും പലവിധ ഈ കൺവെൻഷണലായിട്ടുള്ള ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ച് എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. കാരണം ഇനി വരാൻ പോകുന്ന അടുത്ത മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പുതിയ ആളുകൾ കൂടി ഒരുപാട് ഉള്ളിൽ കരുത്ത് പകരുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം ഒരുക്കിയിട്ടാണ് മാർപ്പാപ്പ നമ്മുടെ ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ മണ്ണിൽ നിന്നും ഈ ശരീരം കൂടി ഇല്ലാതായി ഈ ഭൂമിയിൽ നിന്നും. അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകങ്ങളൊന്നാണ്, പുതുമയെ അല്ലെങ്കിൽ ഭാവി നമ്മളിലേക്ക് എത്തുന്നതിന് മുൻപ്, അത് സംഭവിക്കുന്നതിന് മുമ്പ് അതിനായി നമ്മളെ ഒരുക്കും. അതുപോലെയാണ് സത്യത്തിൽ ഭാവിയിലേക്കുള്ള ലോകത്തെ ഒരുക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെയും നമ്മൾ കാണുന്നത്. ആ അവസാന യാത്രയുടെ നിമിഷങ്ങളാണ് കണ്ടത്. പ്രാർത്ഥന ആത്മാവിൻ്റെ ശ്വാസമാണ്. അതില്ലാതെ നമ്മുടെ ആത്മീയ ജീവിതം ശ്വാസം മുട്ടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ആ പ്രാർത്ഥനാ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിങ്കലേക്ക് അദ്ദേഹം മടങ്ങുന്ന കാഴ്ചകൾ. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയുണ്ടായി. മതപീഡനത്തിൽ വധിക്കപ്പെട്ടവരാണ് പത്രോസും പൗലോസും. അത് 64-നും 68-നും ഇടയ്ക്കാണെന്നുള്ളതിനെക്കുറിച്ച് ചരിത്രപരമായ നമ്മുടെ രേഖകളുണ്ട്. അവിടെ ആ വത്തിക്കാൻ കുന്നിലാണ് പത്രോസിനെ അടക്കം ചെയ്തത് എന്നാണ് വിശ്വാസം. അത് കണ്ടെത്തിയിട്ടുണ്ട്, ആർക്കിയോളജിക്കലായിട്ടുള്ള ഫൈൻഡിങ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് പ്രധാന അൾത്താരയ്ക്ക് ചുറ്റുമായിട്ട് അതിന് വലം വെച്ചുകൊണ്ട് ഇപ്പോൾ മൃതശരീരം ഉൾക്കൊള്ളുന്ന പേടകം കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് രഹസ്യമായിട്ടുള്ള ഒരു ശുശ്രൂഷയായിരിക്കും നടക്കുന്നത്. ഇവിടെ നിന്ന് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് ഈ ഭൗതിക അവശിഷ്ടം, ഫ്രാൻസിസ് പാപ്പായുടെ ഭൗതിക അവശിഷ്ടം കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ള തിരുക്കർമ്മങ്ങൾ ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. അതായത് ഫാദറിൻ്റെ വാക്കുകളിൽ അവസാന ആ നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങോട്ടുള്ള ചടങ്ങുകൾ അതൊരുപക്ഷെ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ രഹസ്യാത്മകമായി തന്നെ മറ്റു ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നതാണ് അദ്ദേഹം അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ചടങ്ങുകളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
തീർച്ചയായും ലോകമാകമാനമുള്ള വിശ്വാസികൾ കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രയയപ്പ് നൽകുന്നതിന് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും കൈകൾ കൂപ്പി നിന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയായിരുന്നു. പക്ഷേ നേരത്തെ വൈദികരും അല്ലെങ്കിൽ വിശ്വാസികളുമൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം ദൈവത്തിൻ്റെ ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ സന്ദേശങ്ങൾ ദൈവത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം അവിടെ ഉണ്ടാകും. ആ ഒരു പ്രാർത്ഥനാ നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിൽ നിന്നും ഇങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള മറ്റ് മാർപ്പാപ്പമാരൊക്കെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്തിൽ നിന്നും വ്യത്യസ്തമായി തന്നെ സാന്താമേരി ദേവാലയത്തിലേക്ക് അദ്ദേഹം അന്ത്യവിശ്രമത്തിനായി എത്തിയിരിക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇനിയുള്ള കാലം അവിടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പ്രമാണങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം അനുവർത്തിച്ച ആ കാഴ്ചപ്പാടുകളുമൊക്കെ തന്നെ അങ്ങനെ അനശ്വരതയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കും. എന്തായാലും ഇനി ഉള്ളത് നമ്മൾക്ക് ഒക്കെ തന്നെ ഇനിയുള്ള അടുത്ത സഭയെ നയിക്കാനുള്ള, അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഘട്ടമൊക്കെ വരുമ്പോൾ ഒരുപാട് ലോകത്തിന് മുന്നിൽ ദൈവശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് മാനവീയതയെ മുറുകെ പിടിച്ച, മനുഷ്യസ്നേഹത്തെ മുറുകെ പിടിച്ച, അശരണർക്ക് ഒപ്പം നിന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവന് ഒപ്പം നിന്ന, എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനെയും ലോകത്തിലെ എല്ലാ ക്രമങ്ങളിലും തൻ്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്ന ഒരു ദൈവപുത്രന് സമാപനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാവർക്കും, സഭയ്ക്കും ഉൾപ്പെടെ ഈ ലോകത്തിനുമൊക്കെ തന്നെ കരുത്ത് പകരാൻ ഇട നൽകട്ടെ.